Hi friends, welcome back to our channel. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു നെക്ക് ലൈൻ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ആ നെക്ക് ഏത് ഏജ് ഉള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നെക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയ കുർത്തീസിൻ്റെ കൂടെ ഈ നെക്ക് ലൈൻ വരുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ഫ്രോക്ക് ആയിക്കോട്ടെ, പിന്നെ ചുരിദാർ ആയിക്കോട്ടെ, ബോക്സ് ടൈപ്പ് ചുരിദാർ ആണെങ്കിലൊക്കെ ചേരുന്ന നെക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ എൻ്റെ വരെ കാണാൻ കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ പുതിയതായിട്ട് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്യുന്ന ഫ്രണ്ട് ആണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത കാണുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഞാൻ ഒരു ചുരിദാറിൻ്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. ഇനി ഫ്രണ്ട്സ് നമുക്ക് നെക്ക് വരയ്ക്കേണ്ട എങ്ങനെ നോക്കാം. അപ്പോൾ ഇതൊരു പേപ്പർ ക്യാൻവാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം സാധാ നമ്മൾ നെക്ക് നിങ്ങൾ എത്ര എടുക്കുന്ന അതിനെക്കാട്ടി ഒരു 1/4 ഇഞ്ച് കൂടുതൽ ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ സാധാ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇന്ന് ഞാൻ 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നെക്ക് ഡെപ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു 6.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് ഇവിടെയും സെയിം 3.25 കൊടുത്തു. എന്നിട്ട് ഒരു ബോക്സ് റെഡിയാക്കി എടുക്കാം. ഇതിലാണ് നമ്മളിനി നെക്ക് വരയ്ക്കാൻ പോണേ. മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ചിലേക്ക് ഒരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒരു ലീഫ് പോലെ വരച്ചെടുക്കാം. ഇങ്ങനെ വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാകുമ്പം അഗെയിൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 3.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൂടെ കൊടുക്കാം. അവിടെ നമ്മൾ 2 ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഷോൾഡറിൻ്റെ അവിടെ 1.5 മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടെ 1.5, 3.5 ഇഞ്ച് താഴോട്ട് വന്നിട്ട് 2 ഇഞ്ച് ഇവിടെ എടുത്തു. എന്നിട്ട് ഇതിനെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വാളിൻ്റെ ഷേപ്പിൽ ഇതിനെ യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ഷേപ്പ് കൊടുക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ലൈനിൻ്റെ 2 വശത്തും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു വി വരച്ചു കൊടുക്കാം. ഇവിടെ നമ്മളൊരു വി ഷേപ്പ് വരച്ചു കൊടുത്തു. നമ്മൾ നെക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മളിവിടെ 1/4 ഇഞ്ച് നെക്കിനെക്കാട്ടിയും കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്യുക. അതേപോലെ ഇപ്പുറത്തുനിന്ന് നമുക്ക് സീമിന് വേണ്ടിയിട്ട് അത് കൊടുത്ത് കട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നെക്ക് ഒരു വെറൈറ്റി നെക്കാണ്. തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും. അപ്പോൾ ഇപ്പുറത്തും ഞാൻ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നെക്ക് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വരാം. പോലെ കട്ട് ചെയ്തെടുത്തു. അഗൈൻ ഇവിടെ നമ്മൾ വിട്ട 1/4 ഇഞ്ച് വിട്ടിട്ട് സീമിൻ്റെ 1/4 ഇഞ്ച് കരുതിയിട്ട് വേണം. നമ്മൾ നെക്ക് കട്ട് ചെയ്തത് ഇങ്ങനെയുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ഏതെങ്കിലും എടുക്കുക. നിങ്ങൾ ചുരിദാറിൻ്റെ പാൻറ്റോ ഇല്ലെങ്കിൽ പാൻറ്റിന് ഷോളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫാബ്രിക് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെ പേസ്റ്റ് ചെയ്ത് എടുക്കാം നമുക്ക്. ഫ്രണ്ട്സ്, ഞാൻ ഇത് ഫാബ്രിക്കിൽ പേസ്റ്റ് ചെയ്തെടുത്തു. അതിൻ്റെ താഴെ ഞാൻ സെയിം ഫാബ്രിക്കിൻ്റെ ഒരു പീസും കൂടെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് മെഷീനിലേക്ക് പോകാം. ഇനി നമ്മൾ ഈ മാർജിൻ വിട്ടല്ലോ, ഇത്രയും നമ്മൾ ലൈനിൻ്റെ അവിടെ മാർജിൻ വിട്ടില്ലേ, അതേപോലെ ഈ ഔട്ട് സൈഡിൽ നിന്ന് ഫുള്ള് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാം. ഇവിടെ നമ്മൾ നെക്കിൻ്റെ അകത്ത് തയ്ക്കുന്നില്ല, വെളിയിലെത്തത് നമ്മളെല്ലാം തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം എക്സ്ട്രാ ഫാബ്രിക് ഉള്ളത് ട്രിം ചെയ്ത് കളയാം. സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒരു പോയിൻ്റോളം വിട്ടിട്ട് സ്റ്റിച്ച് കട്ടാവേണ്ട രീതിക്ക് ബാക്കിയെല്ലാം നമുക്ക് ഈ എക്സ്ട്രാ തുണിയെല്ലാം നമ്മൾ വിട്ടത് ട്രിം ചെയ്ത് കളയാം. അതിൻ്റെ ആകുമ്പോൾ ഈ കോർണർ ഷാർപ്പില്ലത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം.
വളവിലൊക്കെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. ഇവിടെ വി ഷേപ്പിൽ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഈ കോർണറൊക്കെ നല്ല അകത്തോട്ട് എടുത്തിട്ട് ഇത് നമ്മൾ മറിച്ചിട്ടിട്ടാകുമ്പോൾ അയൺ ചെയ്തെടുത്തു. നോക്കിയോളൂ ഫ്രണ്ട്സ്, ഇത്ര നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ നമ്മൾ മുറിച്ചില്ലേ, അളവിനെ കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൽ ഇതിനെ വെച്ച് കൊടുക്കാം. അതിന് മുൻപ് ഒരു ചെറിയ കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്യാൻവാസിന് നല്ല വശമാണ് ഇത്. എവിടെയാണ് സ്റ്റിച്ച് പോയത്, സ്റ്റിച്ചുള്ളത്, അത് നമുക്ക് എപ്പോൾ അകത്തോട്ട് വരണം. നല്ല വശം എവിടെയാണ് തപ്പി നോക്കിയിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ചിൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ തുണി, നമ്മളെ എക്സസ് തുണിയില്ലേ, അതുണ്ടോ, ഇവിടെയാണ് വന്നത് അകത്ത്. അപ്പോൾ ഇത് നമുക്ക് റോങ് സൈഡാണ്, ഇത് നമുക്ക് റൈറ്റ് സൈഡാണ്. ഓക്കെ, നല്ല ഫിനിഷിംഗ് ഉള്ള സൈഡ് വേണം റൈറ്റ് സൈഡ് ആക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ ക്യാൻവാസ് ഇവിടെ തട്ടും. അപ്പോൾ ഈ ചോക്കിട്ടിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാം. കണ്ടോ, മാർക്കിങ് കിട്ടി. അതേപോലെ ഇപ്പുറത്തും മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ നല്ലോണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ചിൻ്റെ ഈ ലൈൻ വരച്ച് അവിടെ തന്നെ നമുക്ക് നല്ലോണം ഫിനിഷിങ്ങിൻ്റെ കൂടെ ഇതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇങ്ങനെ ഫുള്ള് തയ്ച്ചെടുത്തു. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് എടുത്തു. അത് നമ്മൾ അതിന് ഗൈഡ് ലൈൻ ആക്കാനാണ് പോകുന്നത്. ഇനി നിങ്ങളിത് ഏതാണ് നല്ല വശം നിങ്ങൾക്ക് മുകളിലോട്ട് വരേണ്ടത്, ആ വശം ഇവിടെ റോങ് സൈഡ്, ഇത് കുർത്തീൻ്റെ റോങ് സൈഡാണ്, ഇവിടെ വെക്കുക. ഇതാണ് എനിക്ക് മുകളിൽ വേണ്ടത്. അപ്പം ഈ ഭാഗം ഞാൻ റോങ് സൈഡിൻ്റെ ഫേസ് ടു ഫേസ് വെക്കുകയാണ്. ഇത് റോങ് സൈഡാണ് കുർത്തീൻ്റെ. ഈ കുർത്തീൻ്റെ സെൻറ്റർ മാച്ച് ചെയ്തു, ഇതിൻ്റെ സെൻറ്റർ മാച്ച് ചെയ്തു, താഴെ അതുപോലെ മാച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ നമ്മൾ സ്റ്റിച്ച് അടിച്ചില്ലേ, ആ സ്റ്റിച്ചിനെ ഗൈഡ് ലൈൻ ആക്കിയിട്ട് നമുക്കിതിനെ തയ്ച്ചെടുക്കാം. ഇങ്ങനെ ഇതാണ് എൻ്റെ സ്റ്റിച്ച്. എനിക്ക് കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രോ ചെയ്തത്. ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ നമുക്ക് ഇതിനെ ഫുള്ള് തയ്ച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ തയ്ച്ചെടുത്തു, ഫുള്ള് നല്ല ഭംഗിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് ഈ പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തപ്പം തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ടത്. അപ്പോൾ ആ ക്യാൻവാസിനെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ ഇവിടെ നോച്ചസ് കൊടുക്കാം, റൗണ്ട് ഉള്ള സ്ഥലത്തൊക്കെ നോച്ചസ് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കമത്തി കുർത്തീൻ്റെ നല്ല വശത്തോട്ടേക്ക് ഇടാം. നല്ല വശത്തേക്ക് കമത്തിട്ടു. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ വക്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിലത്തെ നെക്ക് ഇങ്ങനത്തെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ബാക്കിലത്തെ നെക്ക് തയ്ക്കേണ്ടത് അതും കൂടെ നമ്മൾ കാണാം. മെഷീനിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ തയ്ച്ചെടുത്ത നെക്ക് ലൈൻ നോക്കിക്കോളൂ, ഇങ്ങനെയുണ്ട്. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഫാബ്രിക് ബട്ടൺ വേണമെങ്കിൽ അവിടെ വെച്ചെടുക്കാം, നല്ല ഭംഗിയായിരിക്കും. ഫാബ്രിക് ബട്ടൺ ഇങ്ങനെ വെച്ചെടുത്താൽ ഉണ്ടോ, ഇങ്ങനെ ഫാബ്രിക് ബട്ടൺ വെച്ചെടുക്കാം. ഫാബ്രിക് ബട്ടൺ ഉണ്ടാക്കേണ്ട എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യാം. പല്ലവി ആൻഡ് ബ്ലോഗാണ് ചാനൽ. അപ്പം ഇത് നോക്കിക്കോളൂ, ഇങ്ങനെയുണ്ട്. ഇനി ബാക്കിലത്തെ നെക്ക് എങ്ങനെ ഇടാമെന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള നെക്ക് കിട്ടും. നമുക്ക് കുട്ടികളെ ഫ്രോക്കിന് വേണമെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റായ ബോക്സ് ടൈപ്പ് കുർത്തീസ്, സാധാ കുർത്തീസ്, അതുപോലെ യോക്ക് കുർത്തി ഒക്കെ ഇതിന് നല്ല മാച്ചിങ് ആയിരിക്കും ഇങ്ങനത്തെ നെക്ക് ഇട്ടാക്കണം. ഇനി ഇങ്ങനത്തെ ഇത് തയ്ക്കുമ്പോൾ ബാക്കിലത്തെ കുർത്തിക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ബാക്കിലത്തെ നെക്ക് എന്നിട്ട് ഇതിനെ നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം. ബാക്കിലത്തെ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. എനിക്കൊരു കമൻറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചേച്ചി ബാക്കിൽ ഹൈ നെക്ക് തയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലെവലായിട്ട് കിട്ടാത്തതെന്ന്. കിട്ടാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്യാം. ട്രിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കുഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും എല്ലാ വീഡിയോസിലും ഞാൻ എന്തെങ്കിലും 2 ടിപ്പ് പറഞ്ഞു തരാണ്ട് വീഡിയോ ഉണ്ടാക്കാറില്ല ഫ്രണ്ട്സ്. അപ്പം ഇന്ന് ഞാൻ നോക്കിക്കോളൂ, ഹൈ നെക്കോ സാധാ നെക്കോ ആണെങ്കിൽ ഇപ്പം ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ എത്രയാണ് സീം എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഈ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യേണ്ടത് അതും കൂടെ ഈ വീഡിയോയിൽ ഞാൻ അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ വേറെ കളറിൻ്റെ നൂലുകൊണ്ടാണ് തയ്ച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വേണം നെക്ക് ജോയിൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ബാക്കിലിടാം. ഇതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, കുർത്തീൻ്റെ പാട്ടിനെ. എന്നിട്ട് ഇതാ ഇങ്ങനെ വയ്ക്കുക. അപ്പം ഷോൾഡർ നമുക്ക് രണ്ടും ഒരുപോലെ കിട്ടി. അപ്പോൾ എപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ തയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപോലത്തെ നെക്ക് ലൈന് ഇത് കിട്ടാത്തതെന്ന്. അപ്പം അങ്ങനെ കിട്ടാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ട്രിക്ക് ഫോളോ ചെയ്യുക. ഇങ്ങനെ ഇപ്പം നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്.
ഇനി നമുക്കിവിടെ നെക്ക് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുക ഇതിന്. ഇനി എന്നിട്ട് 1/4 ഇഞ്ച് ഇവിടെ നമുക്ക് സീം വിട്ടിട്ട് ഏത് നെക്കാണ് നിങ്ങൾക്ക് ആവശ്യം ആ നെക്ക് ഇവിടെ വരച്ചു കൊടുക്കുക. ബാക്കിലത്തെ നെക്ക് ഈ സീമിനെ ഇങ്ങോട്ട് തള്ളി വയ്ക്കുക. നെക്ക് തയ്ക്കാനുള്ള 1/4 ഇഞ്ച് അവിടെ വിട്ടിട്ട് നമുക്ക് നെക്ക് ഡ്രോ ചെയ്തെടുക്കാം. എന്നിട്ട് തന്നെ ക്രോസ് സ്ട്രിപ്പ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നെക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.